എല്ലാവർക്കും നമസ്കാരം. 8th 9th ക്ലാസ്സിന്റെ ആനുവൽ എക്സാമിന്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. 6-ാം തീയതിയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 27-ാം തീയതിയാണ് എക്സാം തീരുന്നത്. ക്ലാസ് 9th ആനുവൽ എക്സാമിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ടൈം ടേബിൾ നമുക്ക് നോക്കാം. 6-ാം തീയതിയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 27-ാം തീയതിയാണ് എൻഡ് ചെയ്യുന്നത്. ഫസ്റ്റ് എക്സാം ഫ്രൈഡേ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫോർനൂണും ആഫ്റ്റർനൂണും എക്സാം ഉണ്ട്. ഇടവിട്ടായിരിക്കും എക്സാം ഉണ്ടായിരിക്കുന്നത്. ഞാൻ നോക്കുക, 6-ാം തീയതി പരീക്ഷ എപ്പോഴാണ്? ഫോർനൂൺ ആണ് കേട്ടോ, രാവിലെയാണ് പരീക്ഷ. ദെൻ അന്ന് പേപ്പർ 1 ആണ് നിങ്ങൾക്കുള്ളത്, അതല്ല മലയാളത്തിൻ്റെ. ദെൻ 6-ാം തീയതി തന്നെ നിങ്ങൾക്ക് ആഫ്റ്റർനൂണും കേട്ടോ, ഉച്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പരീക്ഷയുണ്ട്. അന്ന് ഹിന്ദിയാണ് പരീക്ഷയുള്ളത് കേട്ടോ. പിന്നെ അതിനുശേഷം 10-ാം തീയതിയാണ് പരീക്ഷ. 10-ാം തീയതിയും ഫോർനൂണും ആഫ്റ്റർനൂണും ഉണ്ട്. ശ്രദ്ധിക്കോട്ടെ, 10-ാം തീയതി ഫോർനൂണും ആഫ്റ്റർനൂണും ഉണ്ട്. ദെൻ അന്ന് എന്താണ്, മലയാളം സെക്കൻഡ് പേപ്പറും അതുപോലെ തന്നെ ഇംഗ്ലീഷും ആണ് വരുന്നത്. പിന്നെ ഒരു ദിവസം ഒരു ഗ്യാപ്പ് ഉണ്ട്. ഗ്യാപ്പിന് ശേഷം 12-ാം തീയതിയാണ് പരീക്ഷ വരുന്നത് കേട്ടോ. 12-ാം തീയതി തേഴ്സ്ഡേ ആണ്. തേഴ്സ്ഡേ ആഫ്റ്റർനൂൺ ആണ് കേട്ടോ, ഉച്ചയ്ക്ക് ശേഷമാണ്. അന്ന് ബയോളജിയാണ് നിങ്ങളുടെ എക്സാം വരുന്നത്. പിന്നെ 17-ാം തീയതിയാണ് കേട്ടോ. 17-ാം തീയതിയാണ് ഗ്യാപ്പ് ഉണ്ട്. അന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് പരീക്ഷയുള്ള. ഫിസിക്സ് ആണ് കേട്ടോ. ഫിസിക്സ് പഠിക്കാൻ നല്ലോണം സമയമുണ്ട്. അപ്പോൾ അതൊക്കെ പ്രയോജനപ്പെടുത്തി പഠിക്കുക കേട്ടോ. പിന്നെ 19-ാം തീയതിയാണ് വരുന്നത്. 19-ാം തീയതി തേഴ്സ്ഡേ ആണ്. ഒരു ദിവസത്തെ ഗ്യാപ്പാണ്. അത് സോഷ്യലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു ഗ്യാപ്പിനിടയിൽ നിങ്ങൾക്ക് സോഷ്യലും കൂടെ പഠിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ 24-ാം തീയതിയാണ് പരീക്ഷ വരുന്നത്. അടുത്ത ട്യൂസ്ഡേ ആണ് പരീക്ഷ വരുന്നത്. അതും ഗ്യാപ്പ് നല്ലോണം ഉണ്ട്. അന്ന് ഫിസിക്കൽ എഡ്യൂക്കേഷനും കാര്യങ്ങളാണുള്ളത്. പിന്നെ 26-ാം തീയതിയാണ് കേട്ടോ. 26-ാം തീയതി തേഴ്സ്ഡേ, ഒരു ദിവസത്തെ ഗ്യാപ്പിലാണ്. മാത്സ് ആണ്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ഗ്യാപ്പിൽ, അതായത് നിങ്ങളുടെ സോഷ്യൽ സയൻസ് കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു ഗ്യാപ്പിൽ നിങ്ങൾക്ക് മാത്തമാറ്റിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് സമയമൊക്കെ കണ്ടെത്തി പഠിക്കുക കേട്ടോ. പിന്നെ 27-ാം തീയതിയാണ് ഫ്രൈഡേ ആണ്. ഫ്രൈഡേ നിങ്ങൾക്ക് കെമിസ്ട്രി ആണ് വരുന്നത് കേട്ടോ. പിറ്റേ ദിവസമാണ് എക്സാം വരുന്നത്. അതായത് തേഴ്സ്ഡേ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ കെമിസ്ട്രി ഉണ്ട്. അപ്പം ഈ ഒരു ഗ്യാപ്പിൽ, അതായത് സോഷ്യൽ സയൻസ് കഴിഞ്ഞിട്ട് വരുന്ന ആ ഗ്യാപ്പിൽ മാത്സും കെമിസ്ട്രിയും ഒക്കെ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ.